കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്കെതിരെ നടപടിക്ക് സമ്മർദ്ദം ശക്തമാവുകയാണ്. വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യവുമായി NDA ഘടകകക്ഷികളിൽ തന്നെ ഉയർന്നുവരികയാണ്. വിജയ് ഷാ തന്റെ പാർട്ടിയിലായിരുന്നുവെങ്കിൽ പുറത്താക്കിയേനെ എന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ പറഞ്ഞു. വിവരങ്ങൾ നൽകാനായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അതുണ്ടായില്ല എന്ന് മാത്രമല്ല, വളരെ വിവാദപരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അതിൽ നിന്ന് വലിയ വിമർശനങ്ങൾക്ക് ഇരയാകുന്നുമുണ്ട്. ഇപ്പോൾ ഇന്നെന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കും. പക്ഷെ അതിനൊക്കെ മുൻപ് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരുമ്പോൾ അത് NDA ഘടകകക്ഷികളിൽ നിന്ന് തന്നെയാകുമ്പോൾ BJP കൂടുതൽ പ്രതിരോധത്തിലാവുകയല്ലേ? തീർച്ചയായും BJP കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ്. കാരണം വിജയ് ഷായ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം വളരെ ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ സുപ്രീം കോടതി ഈ വിജയ് ഷായുടെ മാപ്പപേക്ഷ തള്ളുകയും അദ്ദേഹത്തിനെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിലനിർത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഈ പല NDA ഘടകകക്ഷികൾക്കും ഉള്ളത്. BJPയിലെ ഒരു വിഭാഗം നേതാക്കൾക്കും സമാനമായ നിലപാടാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും വിജയ് ഷാ തന്റെ പാർട്ടിയിലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ആജീവനാന്തം പുറത്താക്കിയത് എന്നാണ് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ചിരാഗ് പാസ്വാൻ പറഞ്ഞിരിക്കുന്നത് സൈനികരെ തീവ്രവാദികളുമായി തുലനം ചെയ്യുന്നവർക്ക് ഒരു തരത്തിലും മാപ്പ് അർഹിക്കുന്നതല്ല എന്നും അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ NDA ഘടകകക്ഷികൾ തന്നെ വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നൊരു ആവശ്യത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് വിജയ് ഷായ്ക്കെതിരായ കേസിന്റെ അന്വേഷണത്തിന് 3 IPS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്ന് രാവിലെ ഈ മധ്യപ്രദേശ് DGP രൂപം നൽകാൻ വേണ്ടി പോകുന്നത്. കാരണം ഇന്ന് രാവിലെ 10 മണിക്കൂറിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുക്കുന്നതിന് പിന്നാലെ തന്നെ വിജയ് ഷായ്ക്കെതിരെ BJPക്കുള്ളിൽ നിന്ന് തന്നെ നടപടി ഉണ്ടാകുവാനാണ്. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.